പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്നൊരു സഫാരിയാണ് ഓടിച്ച് കാണിക്കാൻ പോകുന്നത്. ഇതുവരെ ചെയ്തിട്ടില്ലാത്തൊരു വണ്ടിയാണ്. നമ്മൾ ചെറിയ ചെറിയ വണ്ടികളൊക്കെ പല രീതിയിൽ ഓടിച്ച് കാണിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഓർത്ത പെട്ടെന്നൊരു സഫാരി ആവുമ്പം കുറച്ചുകൂടെ വലിയ വണ്ടിയാണല്ലോ, എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നുള്ള രീതിയിലാണ് ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോയ്ക്ക് ഇറങ്ങിയേക്കുന്നത്. എൻ്റെ സബ്സ്ക്രൈബർ സ്നേഹിക്കുന്നത് ഡ്രൈവിങ്ങിനെ കുറിച്ച് തന്നെയാണെന്ന് എനിക്കറിയാം. അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് എങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ ആ രീതിയിലുള്ള വീഡിയോസൊക്കെ ഞാൻ ചെയ്യാൻ തയ്യാറാണ്. അപ്പം ഇന്ന് ഒരു അത്യാവശ്യം ചെറിയ രീതിയിലൊരു ഓഫ് റോഡ് ചെയ്യാമെന്ന് വെച്ചു. അപ്പം സഫാരിയും കൊണ്ട് എങ്ങനെ ഓഫ് റോഡ് പോയാൽ എങ്ങനെ ഇരിക്കും, എനിക്ക് ദൂരോട്ടൊക്കെ പോയിട്ട് നല്ല നല്ല വീഡിയോസൊക്കെ ചെയ്യണമെന്നുണ്ട്. പക്ഷേ കൊറോണ അതെല്ലാം കൊണ്ടുപോയി നമുക്കതൊന്നും സാധിക്കത്തില്ല. നമ്മുടെ അടുത്ത് എവിടെയാണോ ചെറിയ ചെറിയ സ്ഥലങ്ങൾ ഇങ്ങനെ ഓഫ് റോഡായിട്ടുള്ള അങ്ങനെയുള്ള സ്ഥലത്തേ പോകാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ അടുത്ത് തന്നെയാണ് ഈ ഒരു പ്ലേസ്. അങ്ങനെ നമ്മൾ ഈ ഒരു ഓഫ് റോഡിലോട്ട് പോകാമെന്ന് തീരുമാനിച്ചിറങ്ങിയതാണ്. അപ്പം ഒരുപാട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസാണ്, അങ്ങോട്ടാണ് പോകുന്നത്. അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പം നിങ്ങൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എൻ്റെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കണം. എന്നാലേ എനിക്ക് പുതിയ വീഡിയോ എങ്ങനെയുള്ളതാണ് പിന്നെ സെലക്ട് ചെയ്യണ്ടേ എന്നൊക്കെ ഒരു പ്ലാനിങ് കിട്ടത്തുള്ളൂ. അപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നത് പോലെ ഇരിക്കും എൻ്റെ വീഡിയോസ് അടുത്ത് വരുന്നത്. അപ്പം അടുത്തത് എങ്ങനെയുള്ള വീഡിയോസ് ആണെന്ന് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് അയയ്ക്കുക. അതുപോലെ തന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എത്തത്തുള്ളൂ. എന്നാലേ നിങ്ങൾക്ക് വീഡിയോസ് പെട്ടെന്ന് കാണാൻ പറ്റും. അപ്പം നിങ്ങൾ വീഡിയോ മിസ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക, എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പം നമുക്ക് നല്ലൊരു സഫാരി യാത്ര സൂപ്പറായിട്ടായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുമല്ലോ എല്ലാവരും. അപ്പം നമുക്ക് പോയാൽ കാടും മലയൊക്കെ കടന്നിങ്ങനെ വരുവാണ്. നമുക്ക് നല്ല ദൂരത്തൊക്കെ പോയിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞാൽ സാധിക്കത്തില്ല. അപ്പം നമുക്ക് നമ്മുടെ അടുത്ത് ഉള്ള സ്ഥലത്തൊക്കെ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ചെയ്യാം. ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ പിന്നെ ഒറ്റയ്ക്കൊക്കെ വരാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. ഇത് പിന്നെ ഇപ്പം നമ്മുടെ തോട്ടം ഫുള്ള് നമ്മൾ എടുത്തേക്കുന്നത് കൊണ്ട് നമുക്ക് നമ്മുടെ ജോലിക്കാരും ഒക്കെ ഇവിടെയൊക്കെ ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ നല്ലൊരു പറങ്ങിമാവിൻ്റെ തോട്ടത്തിനകത്ത് കൂടി ഇങ്ങനെ പോവുകയാണ്. താഴെ നല്ല പൊക്കയാണ്, നമ്മൾ ശ്രദ്ധിച്ച് വണ്ടി ഓടിച്ച് പോകണം. നമ്മുടെ ഇപ്പം ഇങ്ങനെ സൈഡൊന്നും കെട്ടി അങ്ങനെയൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ ടയർ കറക്റ്റായിട്ട് കൊണ്ടുപോകണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു വീല് നീങ്ങിപ്പോയാൽ കഴിഞ്ഞ കാര്യം. ആ ഒരു രീതിയിലാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്.
ഇവിടെ ഒന്നും വലിയ കുഴപ്പമില്ല. കയറി വന്ന കുറച്ച് സ്ഥലങ്ങളിലെല്ലാം അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ അതൊക്കെയാണ് ഈ ഒരു സ്ഥലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ. പിന്നെ വലിയ വലിയ കല്ലുകളൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് കാണും, അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം. അങ്ങനെ നമ്മൾ ഇങ്ങനെ കയറി വരുവാണ്. നല്ല നിങ്ങൾക്ക് ഈ ഒരു സ്ഥലം കാണാൻ തന്നെ ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയാം. ഈ സ്ഥലത്തെക്കുറിച്ച് എന്തെങ്കിലും കമൻ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ഇതാണ് ഇവിടുത്തെ ജോലിക്കാരൊക്കെ താമസിക്കുന്ന സ്ഥലം. ഈ ഒരു സ്ഥലത്താണ് ഞങ്ങൾ ഇവിടെ വന്നിട്ടാണ് ഈ ജോലിക്കാരെല്ലാം ഇവിടെ വന്നിട്ട് ഈ പറങ്ങാണ്ടിയൊക്കെ പറക്കി ഇവിടെ അവിടുത്തെ ജോലിക്കാരനാണ് അവിടെ നിൽക്കുന്നത്. അങ്ങനെ ഞാൻ ഒരു തവണ ഇവിടെ വന്നായിരുന്നു. അപ്പോൾ ഇൻഷാ അല്ലാ നല്ല കുക്കിംഗ് വീഡിയോ ഒക്കെ ഇവിടെ ചെയ്യാൻ നല്ല സ്റ്റൈലാണ്. എനിക്ക് ആഗ്രഹമുണ്ട് ഒരു കുക്കിംഗ് വീഡിയോ ഇവിടെ ചെയ്യണമെന്ന്. ഇൻഷാ അല്ലാ ഞാൻ ഉടനെ ഒരു കുക്കിംഗ് വീഡിയോ ഇവിടെ വെച്ച് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ വണ്ടി അവിടുത്തെ തന്നെ തിരിച്ചു ഇറങ്ങി പോവുകയാണ്. ഇറങ്ങിപ്പോകുമ്പോഴും നമ്മൾ ശ്രദ്ധിച്ച് തന്നെ ചവിട്ടി പോകണം. എന്ന് വെച്ചാൽ ഈ കല്ലുകളൊക്കെ വലിയ വലിയ കല്ലുകളൊക്കെ ഈ സൈഡിൽ കിടക്കും. പോച്ച കിളിച്ച് കിടക്കുമ്പോൾ നമ്മൾ കാണാൻ പറ്റത്തില്ല. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം ഈ റോഡിലൂടെ പോകുമ്പം. പിന്നെ തടിയൊക്കെ വേണ്ട ആ സൈഡിലോട്ടൊക്കെ പൊങ്ങിയിരിക്കുന്നു, അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് പോകണം. എനിക്ക് ഒരുപാട് സന്തോഷമായി ഇന്നത്തെ ഡ്രൈവിങ്. നല്ല ഒരു നല്ല ഒരു ആർക്കും ഇഷ്ടപ്പെടും, ആർക്കും കണ്ടിരിക്കാൻ തോന്നുന്ന രീതിയിലാണ് ഇന്നത്തെ വീഡിയോ, അത് ഉറപ്പാണ്. അപ്പം ഡ്രൈവിങ്ങിനെ കുറിച്ച് അതിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ പറയാമെന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല കുറച്ചും കൂടി നല്ല കട്ടറായിട്ട് അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിച്ചാൽ നമുക്ക് വരാൻ പറ്റുന്നിടത്താണെങ്കിൽ നമ്മൾ വന്നിട്ട് വീഡിയോ ചെയ്യാം. ഇപ്പോൾ കൊറോണ എന്നുള്ളൊരു വലിയൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ മുമ്പിലുള്ള ഒരു ബുദ്ധിമുട്ട്, അല്ലാതെ നമുക്ക് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ വരുന്നതായിരിക്കും. ഇവിടെയൊക്കെ നന്നായിട്ട് ചവിട്ടി പോകണം. എന്ന് വെച്ചാൽ അപ്പുറത്തോട്ട് നന്നായിട്ട് കൊക്കയാണ്, അപ്പുറത്തോട്ട് നന്നായിട്ട് കുഴിയുള്ള ഭാഗമായിരുന്നു. അങ്ങനെ നമ്മൾ ഇറങ്ങി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ തിരിച്ചിറങ്ങി വരുമ്പോഴും ഈ കട്ടറൊക്കെ എങ്ങനെയാണ് നമ്മൾ ചവിട്ടി വരുന്നത് എന്നുള്ള രീതിയും കൂടെ നിങ്ങൾക്ക് കാണണമല്ലോ. അപ്പം നമ്മൾ നന്നായിട്ട് ചവിട്ടി ഇറങ്ങി വരുന്ന രീതിയും കൂടെ ഒന്ന് കാണിക്കാം. വലിയ വണ്ടിയിലൊക്കെ ഇരുന്ന് ഓടിക്കുക എന്നുള്ളതൊരു ഫീല് തന്നെ. ഈ ചെറിയ വണ്ടിയൊക്കെ ഓടിച്ചിട്ട് ആ ഒരു ഇതൊക്കെ നന്നായിട്ട് അനുഭവിച്ചിട്ടുണ്ട്. അപ്പം നമ്മളെപ്പോഴും ഒരേ രീതിക്ക് ചിന്തിക്കാതെ മാറ്റിപ്പിടിക്കണം എന്നുള്ളത്. യാത്രയൊക്കെ കഴിഞ്ഞു. നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടല്ലോ, ഇഷ്ടപ്പെട്ടല്ലോ. അപ്പം നിങ്ങൾ അതിൻ്റെ അഭിപ്രായങ്ങളും എല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കണം. അപ്പം നമുക്ക് ഇനിയും അടുത്ത നിങ്ങളുടെ കമൻറ്റ് പോലിരിക്കും എൻ്റെ അടുത്ത വീഡിയോ. നിങ്ങൾ കമൻറ്റൊക്കെ അയക്കുമ്പോൾ എനിക്ക് നല്ല നല്ല വീഡിയോസൊക്കെ ചെയ്യണമെന്ന് തോന്നും. അപ്പം നിങ്ങൾ അതിൻ്റെ അനുസരിച്ചുള്ള കമൻറ്റുകളൊക്കെ അയക്കണേ. അപ്പം നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ, ബൈ ബൈ.